മഴയെത്തിയാൽ പാലക്കാട് മണലി ലക്ഷ്മി ഗാർഡൻസിലുള്ളവർക്ക് പേടിയാണ്. വഴിയിൽ കെട്ടിനിൽക്കുന്ന ചെളിവെള്ളത്തിലൂടെ വേണം ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനുമൊക്കെ. ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോവാനും വഴിയില്ല. മുൻവർഷങ്ങളിൽ റോഡിൽ നിറയുന്ന വെള്ളം സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ താഴേക്ക് ഒഴുകിപ്പോയിരുന്നു. എന്നാൽ ഒഴുകിപ്പോകുന്ന വെള്ളം സമീപത്തെ വീടുകളുടെ പരിസരത്തേക്ക് ഉൾപ്പെടെ കയറി വരുന്നതിനാൽ സ്ഥലമുടമ മതിൽ കെട്ടി. ഇതോടെയാണ് റോഡിലെ വെള്ളക്കെട്ട് രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു. ചാലില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോവാനും വേറെ അടുത്തവരുടെ സ്ഥലത്തിൽ കൂടെ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തതുകൊണ്ടും ഈ റോഡിൽ ചാലില്ല. ഒന്നാമത് ചാലുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോവും. ഈ ഒരൊറ്റ പ്രശ്നമാണ്. അത് ചാല് വെട്ടാൻ പഞ്ചായത്താണത്. പഞ്ചായത്തുകാരുടെ അടുത്ത് ഇതിനുള്ള ബഡ്ജറ്റൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവിടുത്തെ പരാതിയൊക്കെ പറഞ്ഞോ. എല്ലാം പരാതി പറഞ്ഞു. സെക്രട്ടറി വന്നു, ഇവിടുത്തെ മെമ്പർ വന്നു, എല്ലാവരും വന്നു. ജനങ്ങൾക്ക് നടക്കാൻ ഇപ്പോൾ വഴിയില്ലാതെ വെള്ളം ഒഴുകിപ്പോകുന്നുള്ള വെള്ളം. അതിനകത്ത് കുറേ വീടുകളുണ്ടോ? വീടുകൾ കുറേ വീടുകൾ 100 വീടുകളോളം അകത്തോട്ടുണ്ട്. അവിടുത്തെ വെള്ളങ്ങളൊക്കെ കുത്തിയൊഴിച്ച് ഇങ്ങടെ വരുന്നത്. ഈ ഇതിൽ ചാലില്ല. മെയിനായിട്ട് ഇവിടെ ചാല് വെട്ടാനുള്ള വീതിയുള്ള സ്ഥലമില്ല. റോഡിൻ്റെ അരികിൽ കൂടെ ചാലെടുക്കുകയാണെങ്കിലും സ്ഥലമില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് അവർ റോഡൊന്ന് പൊട്ടിത്തന്നാൽ ഈ വെള്ളം റോഡിൽ കൂടെ ഒഴുകി പുറത്തോട്ട് പോകും. ഇതിവിടെ ഈ മതിലൊക്കെ വന്നപ്പോൾ വെള്ളം പോകാനുള്ള അതെ മതിലുകളെല്ലാം കെട്ടിയപ്പോഴാണ് വെള്ളം ഒഴുകി പോകാതായത്. മുമ്പൊക്കെ അങ്ങനെ ഒഴുകിപ്പോകും. 2 സൈഡിൽ കൂടെ ഒഴുകിപ്പോകും. എല്ലാവരും സ്ഥലത്തിൽ കൂടെ അങ്ങോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. വെള്ളം ആരുടെയും പറമ്പിലേക്ക് ഒഴുക്കിവിടാതെ ശാസ്ത്രീയമായി സമീപത്തെ അഴുക്കുചാലിലേക്ക് ഒഴുക്കാൻ സംവിധാനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലിട്ട് പൊക്കിക്കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിൽ ഓടയുണ്ട്. അതിൽ വന്ന് വീണ് വെള്ളം തോട്ടിലേക്ക് പോകും, പുഴയിലേക്ക് പോകും. പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞു ഈ കാര്യം. പഞ്ചായത്തിൽ പറഞ്ഞു. അവരെല്ലാം വന്ന് നോക്കി മഴ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ വഴിയില്ല. എന്നാലും കുറേ കല്ലിട്ട് നോക്കിയാലെങ്കിലും നടക്കായിരുന്നു. ഇതേതോ പഞ്ചായത്ത്? കല്ലപ്പള്ളിയാണോ അതോ മരുതറോഡ് പഞ്ചായത്താണ്. മരുതറോഡ് പഞ്ചായത്തിൽ 17-ാം വാർഡ്. ഈ അവിടെ നിന്നോട്ടുള്ള സ്ലോപ്പ് കിട്ടാതെ ഈ വെള്ളം എന്ന് ഈ ഭാഗത്ത് തന്നെയാണ് ഇവിടെ തങ്ങി നിൽക്കുന്നത്. ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എല്ലാ വർഷവും പഞ്ചായത്ത് എല്ലാവർക്കുള്ള ബുദ്ധിമുട്ടാണ്. പഞ്ചായത്ത് അധികൃതർ വന്ന് എത്രയും പെട്ടെന്ന്. അതേസമയം വെള്ളക്കെട്ട് പ്രശ്നം ശാസ്ത്രീയമായി പരിഹരിക്കണമെന്ന് മരുതറോഡ് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് അംഗം പറഞ്ഞു. താഴ്ന്നു കിടക്കുന്ന റോഡ് ഉയർത്താനുള്ള നടപടിയെടുക്കുമെന്നും ഇതിനായി എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലപരിശോധന നടത്തിയിരുന്നുവെന്നും വാർഡ് അംഗം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.